തിരുവനന്തപുരം പനങ്ങോട് കടകളിൽ വ്യാപക മോഷണം. 4 കടകൾ കുത്തിത്തുറന്ന് മോഷ്ടാക്കൾ പണം കവർന്നു. തിരുവനന്തപുരത്ത് തുടരുന്ന മോഷണങ്ങളിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം സംശയിക്കപ്പെട്ടതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെ 12 മണിയോടെയാണ് വെങ്ങാനൂർ പനങ്ങോട് പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ കച്ചവടം അവസാനിപ്പിച്ചത്. പിന്നാലെയാണ് അജ്ഞാത സംഘത്തിന്റെ വരവ്. അടുത്തടുത്തുള്ള 4 കടകൾ, ശ്രീ മുരുക ബാർബർ ഷോപ്പ്, സുതാരി ഇലക്ട്രോണിക് സർവീസ് സെന്റർ, തൊട്ടപ്പുറത്തെ 2 മുറി ചായക്കട, വഴിയരികിലെ താൽക്കാലിക തട്ടുകട, ഇവ കൊള്ളയടിക്കാനായിരുന്നു തീരുമാനം. ആദ്യം കയറിയത് ബാർബർ ഷോപ്പിലേക്കാണ്. കടയുടെ ഷട്ടറിന്റെ ലോക്ക് മാരകായുധം ഉപയോഗിച്ച് തകർത്തു. ശേഷം വാതിൽ തുറന്ന് അകത്തേക്ക്. ബാർബർ ഷോപ്പിലെ ലോക്ക് ചെയ്ത മേശ തുറക്കാൻ ശ്രമിച്ചു. നടക്കാതെ വന്നപ്പോൾ പൂട്ട് പൊളിച്ച് 20,000 കവർന്നു. സമാന രീതിയിൽ ഇലക്ട്രോണിക് സർവീസ് സെന്ററിലും കയറി. പക്ഷെ അവിടെ മേശയുടെ ലോക്കർ പൂട്ടിയിരുന്നില്ല. പകരം മേശയ്ക്കുള്ളിൽ മറ്റൊരു പെട്ടിയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. ഈ പെട്ടിയിൽ ഉണ്ടായിരുന്ന 15,000 രൂപ കവർന്നെടുത്ത് തൊട്ടടുത്ത പറമ്പിലേക്ക് പണപ്പെട്ടി വലിച്ചെറിഞ്ഞു. നമുക്ക് ഈ കടയിൽ നിന്ന് ഏകദേശം ഒരു 15 രൂപയ്ക്കകത്ത് പോയിട്ടുണ്ട്. തട്ടുകടയിൽ ഒന്നും കിട്ടിയിട്ടില്ല. പോയിട്ട് കയറിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ ഫ്രണ്ടിലൊരു ബാർബർ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 20,000 രൂപയോളം പോയി. അവിടെ അപ്പുറത്തൊരു തട്ടുകട, അവിടെ നിന്ന് ഏകദേശം 300 ചില്ലറ ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്. അവിടെയും മോഷണം അവസാനിച്ചില്ല. തൊട്ടടുത്ത ചായക്കടയിലും തട്ടുകടയിലും കയറി. എന്നാൽ പണമൊന്നും കിട്ടിയില്ല. രാവിലെ സ്ഥലത്തെത്തിയ ചായക്കട ഉടമയാണ് സംഭവം അറിഞ്ഞ് പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിച്ചത്. സ്ഥലത്തെത്തിയ പോലീസ്, ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ് സംഘങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്തി. പ്രദേശവും സാഹചര്യങ്ങളും അറിയുന്ന സംഘമാണോ മോഷണത്തിന് പിന്നിലെന്ന സംശയമുണ്ട്. ഗ്രാമപ്രദേശമായതിനാൽ പരമാവധി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.